ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. ഇന്ന് ഞാൻ ഈ കുണുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ചിക്കൻ മേടിക്കാൻ പോകുവാണ്. നമ്മളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രമാണ് ഇന്ന് പോകുന്നത് ചിക്കൻ മേടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ പോയി ഒരു കുഞ്ഞു കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ ടൈം അങ്ങാണ്ടാണ് ചിക്കൻ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദേ നിൽക്കുന്നു രാഹു കിറങ്ങി നിൽക്കുക കേട്ടോ. വേറൊന്നുമല്ല, പുറത്ത് പോയി നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ആൾക്ക് ക്ഷീണമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇനി നമുക്കൊരു ഹെവി ആയിട്ട് നമുക്ക് കുറച്ച് കഴിക്കണം. കാരണം രാഹുവിന് വൈകിയ തല ഇറക്കമൊക്കെയാണെന്ന് പറഞ്ഞു. വെയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പം ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തിട്ട് അവിടെ ഇരുത്തി വെക്കുവാണ്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ വെച്ചാൽ ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും സാലഡൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. നമുക്കുണ്ടാക്കാം. കിച്ചൺ ഏകദേശം നല്ല മെസ്സിലാണ് കിടക്കുന്നത്. കാരണം ഞാൻ രാവിലെ പോയിട്ട് കിച്ചൺ ഏകദേശം നല്ല മെസ്സിലാണ് കിടക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ രാവിലെ ധൃതി പിടിച്ച് പോയപ്പോഴത്തേക്ക് ഞാൻ മെസ്സിയാക്കി ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഞാൻ ഈ ഇടയ്ക്കായിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ വാഷ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനിങ്ങനെ ചിക്കനൊന്നും വാഷ് ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് ചിക്കൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെഡോട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി, പിന്നെ ചിക്കൻ കഴിക്കാനൊന്നും തോന്നത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുകയൊന്നും ഇല്ലായിരുന്നു. രാഹു തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ. ഞാനിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ വീട്ടിൽ പോയാലും ഞാൻ ക്ലീൻ ചെയ്യാറില്ല, പപ്പയാണ് കേട്ടോ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ ആയാലും ചിക്കനും മീനും ഒക്കെ നമ്മുടെ രാഹുവാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇടയായിട്ട് രാഹു ഒന്നും ചെയ്യാറില്ല. രാഹു മടിയനാണ്, മടിയൻ. ഒരു കിച്ചണിൽ ഒരു ജോലിയും രാഹു ഇപ്പോൾ ചെയ്യത്തില്ല. രാഹു വെറും മടിയനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചിക്കനൊക്കെ കഴുകാണ് കേട്ടോ. പാവം, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇന്നും വന്ന് ഫിഷൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചിക്കൻ കഴുകി ഏറ്റവും ലാസ്റ്റത്തെ മുന്നേ ഉള്ള പാർട്ടിൽ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കും. ഞാൻ എടുത്ത് വച്ച് തിരിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ തട്ടി കുറച്ച് പോയി കേട്ടോ. അതാണ് ആ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത്. നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കുമ്പോഴത്തേക്കുള്ള സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലഡ്, ചിക്കനിൽ ബ്ലഡ് എത്ര ഉണ്ടെങ്കിലും പെട്ടെന്ന് ഊറി പിടിച്ച് ഇറങ്ങി പോകും കേട്ടോ. ഒട്ടും തന്നെ ബ്ലഡില്ലാത്ത രീതിയിലാവും. കുറച്ച് നേരം വച്ചാൽ നല്ലതാണ്. പക്ഷേ ഭയങ്കര പുളിയല്ലേ, അതുകൊണ്ട് വിനാഗറിൽ വച്ചേക്കാത്തതാണ് നല്ലത്. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ചൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കഴുകുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ചിക്കനൊക്കെ കഴുകി അതൊരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം അവിടെ അത്രയും തുടച്ചൊന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ. കാരണം ഇനി ചിക്കൻ്റെ കാര്യങ്ങൾക്ക് സ്മെല്ലൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ സവാള, നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള സവാള എടുത്ത് തൊലി കളഞ്ഞ് വയ്ക്കുകയാണ്. സവാളയും ചെറിയുള്ളി തൊലി കളഞ്ഞില്ല, സവാള തൊലി കളഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് വയ്ക്കാമെന്ന്. ഞാൻ ഈ കല്ല്, ഇരിക്കുന്ന കല്ലിപ്പോഴാണ് കേട്ടോ, ഈ ഇടയ്ക്കാണ് മേടിച്ചത്. ഞാൻ എപ്പോഴും മിക്സിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് മിക്സിയിൽ വേണ്ട, ഇതിലൊന്ന് ചതച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന് കഴുകി മറ്റേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഒരു ഊഹാപോഹത്തിൽ എനിക്ക് അമ്മ പറഞ്ഞു തന്ന കണക്കുകൾ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇട്ടൊക്കെ വെച്ചതാണ്. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അരിമാവ് കൊണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എന്തോ യൂസ് ചെയ്തു. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് തരച്ചെടുക്കുക. ഇത് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ജാഗരൂകരായി മാത്രം ഈ വക കാര്യങ്ങൾ ചെയ്യുക. കാരണം കണ്ണിലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയിലോട്ടുള്ള ആവശ്യമുള്ള ചെറിയുള്ളി എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇപ്രാവശ്യം മേടിച്ച ചെറിയുള്ളി ഇച്ചിരി വലിയ ഉള്ളിയായിരുന്നു. ഒരു സവാളേനേക്കാളും കുറച്ച് ചെറുത്, അത്രയേ ഉള്ളായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അതങ്ങ് മേടിച്ചു കേട്ടോ. ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു.
സവാള പോലെ തന്നെയായിരുന്നു ഉള്ളത്. പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമല്ലേ. ഞാനിത് കണക്ക് തന്നെ വെളുത്തുള്ളി എടുക്കുന്നത്. വെളുത്തുള്ളി വലിയ വലിയ ബൾബ്സ് നോക്കി ഞാൻ എടുക്കും. വലിയ വലിയ ബൾബ്സുള്ള ഗാർലിക് നോക്കിയാണ് എടുക്കാറ്. കാരണം നമുക്ക് ഉപയോഗിക്കാൻ ഈസി അതായിരിക്കുമല്ലോ. ചെറുതൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിക്കുള്ളത് വെച്ച് കേട്ടോ. ജസ്റ്റ് എണ്ണ ചൂടാക്കി, ഞാൻ കടുവൊന്നും പൊട്ടിക്കാറില്ല. എണ്ണ ചൂടായതിന് ശേഷം സവാളയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുന്നതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ആ സമയത്ത് ഞാൻ ഇപ്പുറത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമ്മളത്തെ ഇന്നത്തെ മെനു നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും നമ്മുടെ പട്ടിക്കുട്ടമ്മ എന്താ പറഞ്ഞേ സംഭവിച്ച എനിക്ക് ചെറിയ ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും സാലഡുമാണ് കേട്ടോ നമ്മൾ മെനു. ഞാൻ എന്താ പറഞ്ഞത്. ഓക്കെ, അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, അതിന് ശേഷം അതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, ഇത് ഇത്ര ഇട്ടതിന് ശേഷം കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തോട്ടൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഈ നാരങ്ങ, അത് വിനെഗറിന് പകരം നാരങ്ങ യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം. ചെറിയൊരു പുളി, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ്, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇങ്ങനെ പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചു. അതിനകത്ത് അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. എൻ്റേത് ഭയങ്കര ഈസി പീസി നെയ്ച്ചോറാണ്. ഒരു അധികം ഐറ്റംസും ഇല്ല, ആകപ്പാടെ അല്ലാതെ നമ്മൾ കുറച്ച് ആദ്യം പാൻ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് എണ്ണ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ള് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു മത്ത് ഫീൽ ചെയ്യും. അതിന് പകരം കുറച്ച് നെയ്യും കുറച്ച് എണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് മത്തൊന്നും അടിക്കത്തില്ല, നമുക്ക് ആവശ്യമുള്ളത്രയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തു. അതിന് ശേഷം ഞാൻ സിൽസില റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ മന്തിയുടെ ഓർമ്മയിലാണ് പെട്ടെന്ന് ആ റൈസിൻ്റെ പേര് ഓർമ്മ വന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സിൽസില റൈസാണ്. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, ഭയങ്കര ചാൻസ് കുറവാണ്. ഞാൻ ആദ്യമായിട്ട് ഈ റൈസ് കാണുന്നത് ലുലുവിലാണ് കേട്ടോ. ലുലുവിൽ പോയപ്പോഴത്തേക്ക് സിൽസില റൈസ് എന്ത് റൈസാണെന്ന് വെച്ചാൽ അത് ബിരിയാണി റൈസാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനൊരു 1 kg മേടിച്ച് ഞാൻ കൊണ്ടുവന്ന് യൂസ് ചെയ്ത് നോക്കി, കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. പക്ഷേ അടിപൊളിയാട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റുമാണ്, മണവുമാണ് അതിന്. അങ്ങനെ അപ്പം അരി തട്ടിക്കൊടുത്ത് അരി ഒന്ന് ഇളക്കി പൊട്ടി വരുന്ന രീതിയിൽ പൊട്ടി വരുന്നത് തുടങ്ങുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കനും ഇതുപോലെ തന്നെ നമ്മുടെ സവാള തക്കാളി ഒക്കെ വഴറ്റി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചിക്കൻ തട്ട് ഉപ്പിടുക, കുക്ക് ചെയ്തെടുക്കുക നമ്മൾ നോർമൽ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് കുറച്ച് അധികം കാര്യങ്ങൾ നടന്നു. രാഹുവിൻ്റെ അമ്മുമ്മയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റൊക്കെ ആയി, സർജറി ഈ വക കാര്യങ്ങൾ നടന്നുകൊണ്ട് നമ്മുടെ വീഡിയോ അവിടെ വെച്ച് കട്ടായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ്. നമുക്ക് രാഹു ഇല്ല ഇന്നത്തെ ദിവസം. രാഹു ഹോസ്പിറ്റലിൽ പോയി, കോൾ വന്ന ഉടനെ രാഹു ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിക്കുവാണ്. ജസ്റ്റ് ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് തേനൊഴിച്ച് മിക്സ് ചെയ്തങ്ങ് കുടിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ കുടിക്കാൻ പോവാണ്. രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഉറക്കം ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, രാഹു പോവുകയും വരെയൊക്കെ ചെയ്തതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം നല്ല കടുത്താണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊരു ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ ബ്രഷ് ചെയ്തിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത കോലായിട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ
വരാനുള്ള വരുന്നതൊക്കെ കുറവായതുകൊണ്ട് എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആയതുകൊണ്ടും എനിക്ക് മുഖത്ത് ഓയിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നേരമല്ല, ഞാൻ എത്ര നേരം വെച്ചാലും വലിയ പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓയിലെടുത്തിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ മുഖത്തിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മുഖത്തുള്ളത് ഇങ്ങനെ പതുക്കെ ഇളകി വരാൻ തുടങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മസാജാണത്. കുറേ നേരം മസാജ് ചെയ്ത് ഫേസ് ഒന്ന് ഹീറ്റായി തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ മുഖത്ത് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലെയുള്ള സാധനങ്ങൾ പതുക്കെ റിമൂവായി വരാൻ തുടങ്ങും. വേറൊന്നും ചെയ്യേണ്ട, അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫേസിൽ വച്ചേക്കാണ് കേട്ടോ ഓയിൽ. ആ സമയത്ത് എനിക്ക് കുറച്ച് ആപ്സൊക്കെ ഐപാഡിൽ ഡൗൺലോഡ് ചെയ്തിടാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഡെയിലി അഫർമേഷൻസ് പോലെ, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് പോലെ, അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ആപ്പില്ലേ, 21 days ചലഞ്ച് പോലുള്ള ആപ്പുകൾ. അങ്ങനെ ഞാൻ വിചാരിച്ചു 2 ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം. കാരണം നമുക്ക് എനിക്കൊന്ന് പ്രൊഡക്റ്റീവ് ആവാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഇങ്ങനെ ചിട്ട കൊണ്ടുവരണം എന്നെനിക്ക് തോന്നിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ചിട്ടയും ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പറയുന്നൊരു ജീവിതമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ ലൈഫിലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ലേസി പേഴ്സണായിട്ട് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് 11:30-12 മണിയാണ് ഞാൻ എണീറ്റിട്ട് ഞാനും രാഹുവും കാപ്പിയൊന്നും കുടിക്കുന്ന ഒരാളല്ല. സോ എന്തെങ്കിലും ഷേക്കോ സ്മൂത്തിയോ എന്തെങ്കിലും കുടിച്ചിട്ട് നമ്മൾ അവയില്ലെങ്കിൽ ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ ജസ്റ്റ് ബെഡൊക്കെ വിരിച്ചിട്ട് റൂമിനകവും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ട് കിടക്കും. അപ്പോഴത്തേക്ക് രാത്രിയാവും. രാത്രി വന്നിരുന്ന ഒരു സിനിമയൊക്കെ കണ്ട് ഒന്ന് ചില്ലൗട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു ടൈമാവും കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പം രാത്രി 12:30-1:00 ആകുമ്പോഴത്തേക്കായിരിക്കും ഈ ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. റൂമിൽ ചെന്ന് കിടന്നിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോളം ഫോണിൽ കുത്തും. ഈ പറയുന്ന കണക്ക് 2 മണിക്കൊക്കെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 10:30, 11 മണി, 12 മണിയൊക്കെ ആവും കേട്ടോ എണീക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു താളബോധമില്ലാത്ത വെറും ഊതർ ലൈഫ് സ്റ്റൈലായിട്ട് പോവുകയാണ്. ഞാൻ സീരിയസ്ലി ഒരു ലേസി പേഴ്സണാണ്. ഞാൻ ഈ പറയുന്ന കണക്ക് ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. ഞാനൊരു നൈറ്റ് ഔളാണ്. എനിക്ക് രാത്രിയാണ് കൂടുതൽ ഞാൻ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ടൈം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ടൈമെന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ ലൈഫിലോട്ട് ഉൾപ്പെടുത്തി കുറച്ചുകൂടെ കാര്യങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ടൈമാണ് കേട്ടോ എനിക്കിത്. അത് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല. ഞാനും രാഹു മാത്രമുള്ളതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, കാരണം നമ്മളെ ആരും ചോദിക്കാനോ പറയാനോ ഒന്നും വരുന്നില്ല. ഈ പറയുന്ന കണക്ക് രാഹുവിന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം, വൈകിട്ട് 4, 5, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കണം. അത് കഴിഞ്ഞ് രാത്രി കറക്റ്റ് ടൈമിന് ഫുഡ്. ഈ സ്വഭാവം രാഹുവിനുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.